അദ്ദേഹം ഞങ്ങളെ സമ്പാദത്തിന് വെല്ലുവിളിക്കുകയാണ്. ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. ശ്രീ വി രാജേഷ് പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് മുൻ മേയർ എന്ന നിലയിൽ അല്ലെങ്കിൽ ജനപ്രതിനിധി എന്ന നിലയിൽ സമ്പാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നഗരങ്ങളിലൊന്നാണ് തിരുവനന്തപുരം. അത് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി നമ്മൾ ഈ നഗരത്തിന് നേടിയെടുത്തൊരു പദവിയാണ്. ജനങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ പറ്റുന്ന ഒരു നഗരം. മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇല്ലാതെ നഗരത്തിലെ മാലിന്യം കുറച്ചു കൊണ്ടുവന്ന് നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു നഗരം. 20ഓളം വരുന്ന ജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് ശേഖരിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു നഗരം. ഇത് ഞങ്ങൾ അവകാശപ്പെടുന്നതല്ല. കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം നിരവധി അവാർഡുകൾ ഈ നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെ നിഷേധിക്കാൻ ശ്രീ വി രാജേഷിന് കഴിയോ? തിരുവനന്തപുരം നഗരസഭ ഭരണസമിതിക്ക് കഴിയോ? ഇവിടെ സംഭവിക്കുന്നത് എന്താ? നഗരസഭാ മേയർ എന്ന നിലയിൽ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം കൂട്ടിയോജിപ്പിച്ച് കുടിവെള്ള പ്രശ്നവും മാലിന്യ പ്രശ്നവും തെരുവുനായ ശല്യവും പരിഹരിക്കുന്നതിന് വേണ്ടി ഇടപെടാതെ ഇന്നലെ നഗരസഭാ കൗൺസിൽ യോഗം കഴിയുമ്പോൾ സ്വന്തം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെയും കൗൺസിലർമാരെയും വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞു വെക്കാൻ വേണ്ടി പറഞ്ഞുവിടുന്ന സ്ഥിതിയിലേക്ക് ബഹുമാനപ്പെട്ട മേയർ പോകുന്നു എന്നുള്ളത് ഈ നഗരവാസികൾ ആശങ്കയോടുകൂടി കാണുകയാണ്. അപ്പോൾ ക്രൈസിസ് മാനേജ് ചെയ്യുന്നതിന് പകരം കൂടുതൽ ക്രൈസിസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സ്വന്തം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെയും കൗൺസിലർമാരെയും ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞു വെക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്ന മേയർ എങ്ങനെയാണ് ഒരു കോർഡിനേഷൻ ഉറപ്പുവരുത്തുക? ഈ നഗരത്തിൽ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി വരുന്ന മേയർമാരെല്ലാം കുടിവെള്ള പ്രശ്നവും മാലിന്യ പ്രശ്നവും തെരുവുനായ ശല്യവും എല്ലാം കൃത്യമായി അഡ്രസ്സ് ചെയ്ത് പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ നഗരം ഇന്ത്യയിലെ മികച്ച നഗരങ്ങളായി മാറിയിരിക്കുന്നത്. ഞാൻ വളരെ അഭിമാനത്തോടുകൂടി പറയുന്നു, ഇന്ന് ഇന്ത്യയിൽ BJP ഭരിക്കുന്ന ഏതൊരു നഗരങ്ങളെക്കാൾ മികച്ച സംവിധാനങ്ങളും മനഃശാന്തിയും സമാധാനവുമുള്ള നഗരങ്ങളിൽ ഒന്ന് തിരുവനന്തപുരമാണ്. ആർക്കെങ്കിലും നിഷേധിക്കാൻ വേണ്ടി കഴിയുമോ? പ്രത്യേകിച്ച് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എപ്പോഴെല്ലാം അധികാരത്തിൽ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം തലസ്ഥാന നഗരം എന്ന നിലയിൽ തിരുവനന്തപുരത്തിന് വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. ഞാൻ മേയറായിരിക്കുന്ന കാലത്ത് നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനും സ്മാർട്ട് സിറ്റി 1ാം റാങ്ക് നേടിയെടുക്കാനും സ്വച്ഛതാ എക്സലൻസ് അവാർഡ് അടക്കം നേടിയെടുക്കാനും ഒക്കെ കഴിഞ്ഞ ഒരു കാലയളവാണ്. ശ്രീമതി ആര്യ രാജേന്ദ്രൻ മേയറായിരിക്കുമ്പോൾ സ്മാർട്ട് സിറ്റി സെക്കൻഡിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യപ്പെടുകയാണ്. നിരവധി അവാർഡുകൾ വരികയാണ്. അപ്പോൾ ഇതെല്ലാം ജനങ്ങളുടെ കണ്ണിൽ നിന്നും മറച്ചു പിടിച്ചുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം പഴയ ഭരണസമിതികളാണ് ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക് മേയർ അപഹാസ്യനാകുന്ന ഏർപ്പാട് നിർത്തണം എന്ന് അഭ്യർത്ഥിക്കുക കൂടി ഞാൻ ഈ അവസരത്തിൽ ചെയ്യുകയാണ്. അദ്ദേഹം ഞങ്ങളെ സമ്പാദത്തിന് വെല്ലുവിളിക്കുകയാണ്. ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. ശ്രീ വി രാജേഷ് പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് മുൻ മേയർ എന്ന നിലയിൽ അല്ലെങ്കിൽ ജനപ്രതിനിധി എന്ന നിലയിൽ സമ്പാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. ഈ നഗരത്തിൽ കഴിഞ്ഞ ഭരണസമിതികൾ എന്തെല്ലാം ചെയ്തു, ഇപ്പോൾ 5 മാസം കൊണ്ട് ഇവരെന്തൊക്കെ ചെയ്തു, ഈ കാര്യങ്ങളിൽ ഒരു സമ്പാദത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരെയും മറ്റ് വകുപ്പുകളുടെയും തലയിലേക്ക് പ്രശ്നങ്ങൾ മാറ്റിക്കൊണ്ട് സ്വയം ഉത്തരവാദിത്വം നിറവേറ്റാതെ മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ നഗരത്തിൽ കഴിഞ്ഞ 5 മാസമായി കാണാൻ വേണ്ടി കഴിയുന്നത്. ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പ്രവണത. പ്രധാനമന്ത്രി വന്ന് ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കുമെന്ന് പറയുകയാണ്. എന്ത് ബ്ലൂ പ്രിന്റാണ് ഇതിനോടകം വന്നിട്ടുള്ളത്? സാധാരണ എല്ലാ പൗരന്മാർക്കും അറിയാം, ഒരു നഗരസഭയ്ക്ക് നേരിട്ട് സഹായം കൊടുക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല. കാരണം ഇതൊരു ഫെഡറൽ സംവിധാനമാണ്. ആ ഫെഡറൽ സംവിധാനത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് മുഖാന്തരമാണ് സഹായം നഗരസഭകൾക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കും 50% അതിൽ താഴെയോ സംസ്ഥാന സർക്കാരിന്റെ ഷെയർ കൂടിയുണ്ട്. ഇത് മനസ്സിലാക്കാതെയാണ് പലപ്പോഴും മേയർ എന്ന നിലയിൽ ശ്രീ വി രാജേഷ് ഇടപെടുന്നത്, മുൻകാല ജനപ്രതിനിധികളെ അപഹസിക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടി തയ്യാറാകണം. ഞങ്ങളെ സംബന്ധിച്ച് ഈ നഗരം ചീഞ്ഞു ഞാറാനും കുടിവെള്ളം കിട്ടാത്തൊരു സ്ഥിതി ഉണ്ടാക്കാനും തെരുവിളക്കുകൾ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ ഇല്ലാതിരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളിലേക്ക് ഞങ്ങൾ പോകും. ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങൾക്കും അതിന് നേതൃത്വം കൊടുക്കേണ്ടി വരും എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്.